Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, ഇപ്പൊ നമ്മള് ഡയാലിസിസ് സർവീസില് എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തേ? അഡ്വാൻറ്റേജസ് ബെനിഫിറ്റ്സ് വരെ. അഡ്വാൻറ്റേജസ് ആൻഡ് ബെനിഫിറ്റ്സ് എടുത്തു. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ആഫ്റ്റർ എഫക്ട്സ്. ഓക്കെ, ആഫ്റ്റർ എഫക്ട്സ്. നമുക്കറിയാം, ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചില ആഫ്റ്റർ എഫക്ട്സുകൾ അല്ലെങ്കിൽ സൈഡ് എഫക്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. അപ്പൊ അത് ഓരോരുത്തരുടെയും പേഴ്സൺസിന്റെ അവരുടെ ഒരു ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. ചിലർക്ക് ചില സിംറ്റംസ്, ചെറിയ സിംറ്റംസ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലർക്കാണെങ്കിലോ കുറച്ച് നല്ല രീതിയിലുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതില് ചില കുറച്ച് സൈഡ് എഫക്ട്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഹീമോ ഡയാലിസിസ് ചെയ്യുമ്പോഴും പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത് വഴി ഏറ്റവും കോമൺ ആയിട്ട്, അതായത് ഇങ്ങനെയുള്ള ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള ചില കോമൺ ആയിട്ട് വരുന്ന ചില സൈഡ് എഫക്ട്സുകളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് ആഫ്റ്റർ എഫക്ട്സിൽ വരുന്നത്. ഓക്കെ, ബോത്ത് കൈൻഡ്സ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് എഫക്ട്സ്. രണ്ട് രീതിയിലുള്ള, അതായത് ഹീമോ ഡയാലിസിസ് ചെയ്താലും പെരിറ്റോണിയൽ ഡയാലിസിസും, അത് രണ്ടുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അതിന് രണ്ടിനും സൈഡ് എഫക്ട്സുകൾ ഉണ്ട്. എല്ലാവർക്കും സെയിം ആയിരിക്കണം എന്നില്ല. ചിലർക്ക് ഓരോരുത്തർക്കും അവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വരാം. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫിക്കൽട്ട് ടു ചെക്ക് ഷുവർലി വെദർ ഇറ്റ് സിംപ്റ്റം ഈസ് ബിക്കോസ് ഓഫ് ഡയാലിസിസ് ഓർ ദ കിഡ്നി ഫെയിലിയർ that is also affecting the body. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു കിഡ്നി ഫെയിലിയർ ഉള്ളവർക്കാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ടാണോ അവർക്ക് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കിഡ്നി ഫെയിലിയർ എന്നുള്ള ആ ഒരു രോഗത്തിന്റെ ഫലമായിട്ടാണോ ഈ സിംറ്റംസ് ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് പറയുന്നത്. This can also be difficult to tell surely whether it's symptom. അതിൽ അവർക്കുണ്ടാവുന്ന ആ ഒരു സിംറ്റം അത് എന്തിനെയാണ്, അതായത് ബിക്കോസ് ഓഫ് ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന സിംറ്റം ആണോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കിഡ്നി ഫെയിലിയറിന്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ബോഡിയെ അഫക്ട് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന ഒരു സിംറ്റം ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇനി അതിൽ സം ഓഫ് ദ മോസ്റ്റ് കോമൺ ആഫ്റ്റർ എഫക്ട് ദാറ്റ് പീപ്പിൾ ടെൽ ഓഫ് ഇൻക്ലൂഡ്. ഇനി ആളുകൾ, അതായത് അവരുടെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള ചില കുറച്ച് കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നതാണ് HD. HD എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ HD? നമ്മൾ പറഞ്ഞില്ലേ, ഷോർട്ട് ടേംസ് ഒക്കെ പഠിച്ചിരിക്കണം. എന്താണ് HD എന്ന് പറഞ്ഞാല്? HDയും PD എന്താ? HDയുടെ എക്സ്പാൻഡ് ഫോം എന്താണ് പറഞ്ഞേ? എന്താണ് HDയുടെ എക്സ്പാൻഡ് ഫോം? ഹീമോഡയാലിസിസ് അല്ലെ. ഹീമോഡയാലിസിസ്. PD ആണെങ്കിലോ പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ അതിൽ HD അല്ലെങ്കിൽ HD എന്നൊക്കെ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും HD എന്നൊക്കെ കാണുമ്പോൾ അത് ഹീമോഡയാലിസിസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഷോർട്ട് ഫോംസും എക്സ്പാൻഡ് ഫോമുകളും ഒക്കെ പഠിക്കുന്നത്. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററിലും വരുന്ന ഇങ്ങനെയുള്ള എക്സ്പാൻഡ് ഫോമുകൾ ഒരുമിച്ച് എഴുതി വെച്ച് പഠിച്ചിരിക്കണം കേട്ടോ. നമുക്ക് HD അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസ് സൈറ്റ്. എന്താണ് സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞാൽ? തടസ്സം ഉണ്ടാവുക. അതായത് വാസ്കുലർ അസസ് സൈറ്റ് അതൊരു എൻട്രൻസ് പോയിന്റ് ആണ് അല്ലെ. അതായത് നമ്മുടെ ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നു. നമ്മുടെ അവരുടെ പേഷ്യൻസിന്റെ ബ്ലഡ് വെസൽസിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നു. അതിനെയാണ് വാസ്കുലർ അസസ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വാസ്കുലർ അസസ് സൈറ്റുകൾ, ഹീമോഡയാലിസിസ് ചെയ്യുന്ന ആ വാസ്കുലർ അസസ് സൈറ്റുകളിൽ എന്തെങ്കിലും സ്റ്റോപ്പേജ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നത് ഒരു സൈഡ് എഫക്ട് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ആഫ്റ്റർ എഫക്ട് ആണ്. രണ്ടാമതായിട്ട് പറയുന്നതാണ് മസ്കുലാർ സ്പാസം അല്ലെങ്കിൽ പേശി രോഗാവസ്ഥ. മസ്കുലാർ സ്പാസം നമ്മുടെ ആ ഭാഗത്തുള്ള മസിൽസിൽ എന്തെങ്കിലും ഇപ്പൊ മസിൽ ക്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ പേശി വലിഞ്ഞു മുറുകുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള മസ്കുലാർ സ്പാസം അല്ലെങ്കിൽ പേശി രോഗാവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്.
തേർഡ് പോയിന്റ് ആണ് ഹൈപ്പോടെൻഷൻ ബ്ലഡ് പ്രഷർ. ഹൈപ്പോടെൻഷൻ എന്ന് പറയുമ്പോൾ കുറയുന്നതാണോ കൂടുന്നതാണോ ബ്ലഡ് പ്രഷർ? ബ്ലഡ് പ്രഷർ എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും, ഹൈ ആയിരിക്കും? ഹൈപ്പോടെൻഷൻ എന്ന് പറയുമ്പോ എങ്ങനെയാ? കുറയുന്ന അവസ്ഥ അല്ലെ, കുറയുന്നതാണ് കേട്ടോ. ഹൈപ്പർ എന്ന് പറയുമ്പോഴാണ് കൂടുന്നത്. ഹൈപ്പോ എന്ന് പറയുമ്പോ എന്താ? ലോ ആണ് കേട്ടോ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഹൈപ്പോ എന്ന് പറയുമ്പോ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യാണ്? കുറയുന്ന അവസ്ഥ, ലോ ബ്ലഡ് പ്രഷർ ആവാണ്. ഹൈപ്പർ എന്ന് പറയുമ്പോ കൂടുന്ന അവസ്ഥയാണ് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈപ്പോടെൻഷൻ ബ്ലഡ് പ്രഷർ. ഹൈപ്പോ എന്ന് പറയുമ്പോ കുറയാണ്, ബ്ലഡ് പ്രഷർ കുറയുന്ന ഒരു അവസ്ഥ വരാം. അല്ലെങ്കിലോ വീക്ക്നെസ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണം അല്ലെ, ക്ഷീണം. ഡിസിനസ് എന്താണ്? തലകറക്കം. അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ മേളിലൊന്ന് മീനിങ് എഴുതി വെച്ചേക്കണം കേട്ടോ. വീക്ക്നെസ് എന്ന് പറഞ്ഞാല് ക്ഷീണം, ഡിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? തലകറക്കം. ഓർ നോസിയ. നോസിയ എന്താ? ഓക്കാനം. ഓക്കെ. നെക്സ്റ്റ് ഒരു സിംറ്റം ആണ് ബ്ലഡ് ലോസ്. രക്തം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് ലോസ് ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ രക്തം നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയും ഉണ്ടായേക്കാം. അപ്പൊ ഇതിൽ ചില കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട്സുകളാണ് പറയുന്നത്. എല്ലാവർക്കും ഇത് കാണണമെന്നില്ല. ഓരോ പേഷ്യൻസിനെ അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വരാം കേട്ടോ. അപ്പൊ അതിൽ HDA അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്ന ചില കോമൺ സൈഡ് എഫക്ട്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമതായിട്ട് പറഞ്ഞ എന്താ? വാസ്കുലർ അസസ് സൈറ്റുകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെടുക. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ? മസ്കുലർ സ്പാസം അല്ലെങ്കിൽ പേശി രോഗാവസ്ഥ, പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പേഷ്യൻസിന് ഉണ്ടാവാം. മൂന്നാമതായിട്ട് പറഞ്ഞ എന്താ? ഹൈപ്പോടെൻഷൻ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയുന്ന, BP കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. വീക്ക്നെസ്, ക്ഷീണം, അതുപോലെ തന്നെ ഡിസിനസ്, തലകറക്കം, ഓർ നോസിയ, ഓക്കാനം പോലെയുള്ള സിംറ്റംസ് കാണാറുണ്ട്. ബ്ലഡ് ലോസ്, രക്തം നഷ്ടമാകുന്ന കേസുകളും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഹീമോ ഡയാലിസിസിന്റെ സിംറ്റംസ്, അതായത് സൈഡ് എഫക്ട്സുകൾ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതെന്ന് പറയുന്നത് ഇപ്പൊ അവർ HD അല്ലെങ്കിൽ PD യുമായി ബന്ധപ്പെട്ട് വരുന്ന സൈഡ് എഫക്ട്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ്? ഇപ്പൊ ഇത് രണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചോദിച്ചൂടെ? ഈ എന്താണ് PD ഏതെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ചോദിക്കാം. ഏതാണ് ഹീമോ ഡയാലിസിസില് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ഇൻക്ലൂഡഡ് ആവാത്തത് ഏത് എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരാം കേട്ടോ. അങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. PD നോക്കിയേ, പെരിറ്റോണിയൽ ഡയാലിസിസിന് 2 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനോ, 2 എണ്ണം നമുക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതൊക്കെ എഴുതാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ നോക്കിയേ, PD വരുന്ന ഫസ്റ്റ് വരുന്ന ഒരു സിംറ്റം അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ആണ് ഹെർണിയ. ഹെർണിയ അല്ലെങ്കിൽ കുടലിറക്കം എന്ന് മലയാളത്തിൽ പറയും അല്ലെ. എന്താണ് ഹെർണിയ? വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ. നമ്മുടെ ആ ഒരു അബ്ഡോമൻ അല്ലെങ്കിൽ അടിവയറിന്റെ ആ ഒരു ഭാഗത്തുള്ള മസിൽസില് വീക്ക് ആവുക, അതിന്റെ ആ ഒരു മസിൽസിന്റെ ശേഷി നഷ്ടപ്പെടുക അല്ലെങ്കിൽ കുറയുക. ഓഫൺ പ്രസന്റിങ് ആസ് എ ലംപ്. അതെങ്ങനെയാണ് പിന്നീട് കാണപ്പെടുന്നത്? ഈ ഹെർണിയ കാണപ്പെടുന്നത് എങ്ങനെയാ? ഓഫൺ പ്രസന്റിങ് ആസ് എ ലംപ്. ലംപ് എന്ന് പറഞ്ഞാൽ എന്താ? മുഴകള് പോലെയോ, ഓർ സൊളൻ എന്ന് പറയുന്ന വീർത്തിരിക്കുന്ന പോലെയോ നമുക്ക് കാണപ്പെടാം. അപ്പൊ ഹെർണിയ എന്ന് പറയുന്നത് എന്താണ്? അബ്ഡോമിനൽ മസിൽസിൽ ഉണ്ടാവുന്ന വീക്ക്നെസ്. നമ്മുടെ ആ ഒരു അബ്ഡോമിനൽ മസിൽസിന്റെ ഭാഗത്ത് വീക്ക്നെസ് ഉണ്ടാവുന്നു. കാരണം എന്താണ്? പ്രത്യേകമായിട്ട് ഹെർണിയ അവിടെ വരാനുള്ള കാരണം എന്താ? പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഭാഗം ഏതാണ്? നമ്മുടെ ഏത് ഭാഗത്താ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത്? അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാലും മതി. എങ്ങനെയാ പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മുടെ ഏത് ഭാഗത്താ ചെയ്യുന്നത്? ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടാ ചെയ്യുന്ന? സ്റ്റൊമക്കിന്റെ അല്ലെ, അബ്ഡോമിനൽ ഏരിയ അല്ലെങ്കിൽ ബെല്ലി ഏരിയയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ കത്തീറ്റർ ചെയ്ത് അതുവഴി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ആ ഒരു എക്സ്ചേഞ്ച് പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളില് അവരുടെ ആ ഒരു സ്റ്റൊമക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു അബ്ഡോമിനൽ മസിൽസ് എന്ത് ചെയ്യാം? വീക്കായി പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതുവഴി എന്ത് ചെയ്യും? അവർ അബ്ഡോമിനൽ മസിൽസ് വീക്ക് ആകുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യും? അവർ കുനിഞ്ഞ് അല്ലെങ്കിൽ പെട്ടെന്ന് കുനിഞ്ഞ് നിവർന്നൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് എന്താണ്? ഒരു പുഴകൾ പോലെയോ അല്ലെങ്കിൽ ഒരു വീർത്തിരിക്കുന്ന പോലെയൊക്കെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. അതാണ് ഹെർണിയ എന്ന് പറയുന്ന ഒരു രോഗം അല്ലെങ്കിൽ കുടലിറക്കം എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് വെയിറ്റ് ഗെയിൻ. അടുത്തതാണ് അതിന്റെ അടുത്ത സിംറ്റം ആണ് എന്താണ്? വെയിറ്റ് ഗെയിൻ. വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ
ആ ഒരു വെയിറ്റ് കൂടുന്ന അവസ്ഥ. അപ്പൊ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഹെർണിയയും ഉണ്ടാവുന്നുണ്ട്. അതാണ് PD അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ 2 സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിൽ വരുന്നത്. ഇതെന്തോ സ്വയം എന്ന് പറഞ്ഞാൽ വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ കേട്ടോ, വീർത്തിരിക്കുക. ലംബ് എന്ന് പറഞ്ഞാൽ എന്താ, മുഴകൾ പോലെ തോന്നുക. ഓക്കെ, then even though these after effects may sound terrifying, അല്ലെ, നമുക്കിപ്പോ ഈ ഒരു സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ കേൾക്കുമ്പോ എന്താണ്, നമ്മളൊരു മറ്റ് എന്ത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്താണ്, അതൊരു പേടിപ്പെടുത്തുന്നതായിട്ടൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം, അല്ലെ, ഇത്രയും സൈഡ് എഫക്ട്സുകളൊക്കെ ഉണ്ടാവുമോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പേടി നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ പോലും they should be compared to the risk that arise from continuing to live with untreated kidney failure. പക്ഷേ ഈ സൈഡ് എഫക്ട്സുകൾ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുമെങ്കിൽ കൂടി ആ അൺട്രീറ്റഡ് ആയിട്ടുള്ള, അതായത് കിഡ്നി ഫെയിലിയർ വന്ന് അവരുടെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ അവർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇതിനും കൂടുതലായിരിക്കും, അല്ലെ. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് എഫക്ട്സുകൾ എന്ന് പറയുന്നത് എന്താണ്, അത്രയും ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ എപ്പോഴും ഈ സൈഡ് എഫക്ട്സുകൾ ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ഉണ്ടാവാം എന്ന് കരുതി നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കരുത്, അല്ലെ. ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫ് നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. അപ്പൊ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, അതൊരു ചാൻസ് ആണ്, അല്ലെ, പോസിബിലിറ്റി ആണ്. അപ്പൊ അത് ഉണ്ടാകും എന്നുള്ള ഭയത്തോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രീറ്റ്മെന്റുകൾ എടുക്കാതെ നടത്താൻ പാടില്ല. അപ്പൊ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവും. എന്നാൽ കൂടി ആ ട്രീറ്റ്മെന്റുകൾ എടുത്താൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് അവർക്ക് നല്ല ശരിയായ രീതിയിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഹെൽത്തിൽ അവരുടെ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിലെ ആ ഒരു HDയുടെയും PDയുടെയും ആ സൈഡ് എഫക്ട്സ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അതില് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇന്നത് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ, PDയുടെ ഏതൊക്കെയാണ് അല്ലെങ്കിൽ HDയുടെ വരുന്ന സൈഡ് എഫക്ട്സുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, കിട്ടിയോ? ക്ലിയർ ആയോ ആ ഒരു ഭാഗം? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡയാലിസിസ് സെന്റർ. ഇപ്പൊ ഒരു ഡയാലിസിസ് സെന്റർ എന്താന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ, അങ്ങനെയും ചോദിക്കാറുണ്ട്. ഡാഷ് ഇസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that treats the patients with renal failure. ഏത് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്? ഡയാലിസിസ് സെന്റർ ആണ്. അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നോക്കി, ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇതൊരു ക്ലിനിക്കൽ സ്ഥാപനമാണ്. that treats the patients with renal failure. റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ നൽകുന്ന, ചികിത്സിക്കുന്ന ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. Then sometimes patients with normal renal functions also need hemodialysis like patients with some poisoning. അല്ലെ, ചിലപ്പോ ചില പേഷ്യൻസിന് അവർക്ക് നോർമൽ ആയിട്ട് അവരുടെ റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ ചെയ്യുന്ന ആളുകളായിരിക്കും. നോർമൽ ആയിട്ട് അവർക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, കിഡ്നിയൊക്കെ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓൾസോ അതെ, അവർക്ക് പെട്ടെന്ന് ചിലപ്പോ എന്താണ്, ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വന്നേക്കാം. എങ്ങനെയാണ്? പേഷ്യൻസ് വിത്ത് സം പോയിസണിങ് പോലെയുള്ള കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ, ഇപ്പൊ സ്നേക് ബൈറ്റ്സ് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പോയിസൺസ് അവരുടെ ആ ഒരു ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു കണ്ടീഷനിൽ അതിനു മുൻപ് വരെ അവരുടെ ആ ഒരു റീനൽ ഫങ്ഷൻ അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻസ് എങ്ങനെയായിരിക്കും? നോർമൽ ആയിരിക്കും. എന്നാൽ പെട്ടെന്ന് അങ്ങനെ പോയിസൺസ് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞ സമയത്ത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്? പെട്ടെന്ന് ഹീമോഡയാലിസിസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. The dialysis center may act either or both inpatients and outpatients, relying on the medical facility type, and may provide self-dialysis training and for peritoneal dialysis besides to hemodialysis.
ഇപ്പൊ ഈ ഒരു ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് രണ്ടായിട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സെന്ററുകളായിട്ട്. അതായത് ഇൻപേഷ്യൻസിന് അവിടെ കിടന്ന് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡെയിലി ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാൻ പറ്റുന്ന രീതിയിലുള്ള ഔട്ട് പേഷ്യന്റ് സേവനമായിട്ടും ഈ ഒരു ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഈ ഒരു ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. റിലേയിങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്, അവർ ഏത് മെഡിക്കൽ ഫെസിലിറ്റി ആണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരം ഡയാലിസിസുകളാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ളത്, അതിനനുസരിച്ച് അവർക്ക് ഇൻപേഷ്യൻസ് ആയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസ് ആയിട്ട് അതായത് വന്ന് തിരിച്ച് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കേസുള്ള പേഷ്യൻസിനെയും ആര് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയാലിസിസ് സെന്ററിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് വി പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇവിടെ ഇപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ പറഞ്ഞു എന്താ, ചില കേസുകൾ അല്ലെ ഒരെണ്ണം ഇന്റർമീഡിയറ്റ് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാൻ പറ്റുന്ന, ബാക്കിയെല്ലാം ഹോമിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡയാലിസിസുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഹീമോ ഡയാലിസിസ് മാത്രമല്ല ഇവിടെ കൊടുക്കുന്നത്, സെൽഫായിട്ട് സ്വന്തമായിട്ട് ഡയാലിസിസ് ട്രെയിനിങ്ങുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ആ പേഷ്യൻസിന് തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് പോലുള്ള കാര്യങ്ങൾക്കുള്ള ട്രെയിനിങ്ങുകളും ഈ ഒരു ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഇനി അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇപ്പോ ബോത്ത് ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടും ഈ ഒരു ഡയാലിസിസ് സെന്റർ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെൽഫ് ഡയാലിസിസ് ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് പോലെയുള്ളത് ഉള്ള സ്വന്തമായിട്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന അതിനുള്ള ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ചിലപ്പോൾ നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് പോലും പെട്ടെന്ന് ഹീമോ ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യകത വന്നേക്കാം. അതെങ്ങനെയാണ്, ചില പോയിസൺസ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ ചിലപ്പോൾ സ്നേക്ക് ബൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പോയിസൺസ് ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഇത്രയും നേരം അവരുടെ ആ ഒരു നോർമൽ ആയിട്ട് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ റീനൽ ഫങ്ഷൻസ് നല്ല പ്രോപ്പർ ആയിട്ട് നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വരെയും പെട്ടെന്ന് എന്ത് ചെയ്യാം, റീനൽ ഫെയിലിയർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഉടനടി ഹീമോ ഡയാലിസിസ് പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ട് വരാം. അങ്ങനെയുള്ള സേവനങ്ങളും ഈ ഒരു ഡയാലിസിസ് സെന്റർ വഴി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിട്ടിയോ ഡയാലിസിസ് സെന്റർ എന്താണെന്നുള്ളത്? എന്താണ് ആ ഒരു ഡയാലിസിസ് സെന്റർ, അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതുപോലെ അവിടെ എന്താണ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. അതായത് ഈ ഒരു ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്തൊക്കെ ആവശ്യകതകളാണ്, ആ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആവശ്യകതകളാണ് വരുന്നത് എന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റില് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആ ഡയാലിസിസ് സെന്ററിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റൂമുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം. First one, okay, the dialysis area should be provided with air conditioning. Air conditioning, AC, air conditioning എന്ത് ചെയ്തിരിക്കണം, ആ ഒരു ഡയാലിസിസ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് ഒന്നാമതായി പറയുന്ന കാര്യം. എയർ കണ്ടീഷനിങ് ആ ഡയാലിസിസ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് ഒന്നാമതായി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റിൽ വരുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ, each machine should be at the center of an adequate area to permit easy movement of personnel and resuscitation equipment whenever needed. അപ്പൊ ഇവിടെ ഓരോ മെഷീൻസും ആ ഡയാലിസിസ് ഏരിയയിൽ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ അവർക്ക് അനുവദിച്ചിട്ടുള്ള, അതായത് സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ, അവർക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു സെന്റർ ഏരിയയിൽ, ആ ഒരു റൂമിന്റെ സെന്ററിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, അവിടെ സ്ഥാപിക്കുക. എല്ലാ മെഷീൻസും ഓരോ മെഷീൻസും അങ്ങനെ സെന്ററിൽ സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ്
മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ ആ ഒരു ഈസി മൂവ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റെസിസിറ്റേഷൻ എക്യുപ്മെന്റ് whenever needed. റെസിസിറ്റേഷൻ എക്യുപ്മെന്റ്സ് പറഞ്ഞാൽ എന്താ? പുനരുജ്ജീവന ഉപകരണങ്ങൾ. അതായത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിന് പെട്ടെന്ന് അല്ലെ, ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് ഉടനടി നമ്മൾ ആ ഒരു ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, BP ഷൂട്ട് ഔട്ട് ആവാം, അല്ലെങ്കിൽ കുറഞ്ഞു പോവാം, അല്ലെങ്കിൽ കൂടാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള വേരിയേഷൻസ് അവരുടെ ബോഡിയിൽ പെട്ടെന്ന് വരാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് ഷിവറിംഗ് പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അവരുടെ ഹാർട്ട് ബീറ്റ് കൂടുകയോ അങ്ങനെയുള്ള റീസൺസ് കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ആ ഒരു റെസിസിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ ഉടനെ അവർക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ മെഷീൻസ് കാര്യങ്ങളും ദൂരെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഇതിനടുത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവിടെ പോയി സാധനങ്ങൾ എടുത്ത് ഇവരുടെ അടുത്തേക്ക് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഷ്യൻസിനും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്കും ഒക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ എല്ലാ എക്യുപ്മെന്റ്സ് അവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻസും അവർക്ക് അനുവദിച്ചിട്ടുള്ള ഒരു സെൻട്രൽ ഏരിയയിൽ പ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത് നോക്കി, ദ ലേഔട്ട് മസ്റ്റ് ഹാവ് ഫെസിലിറ്റേറ്റ് ഫോർ സേഫ് ഗാർഡിംഗ് എ പേഷ്യൻസ് പ്രൈവസി. ആ ഒരു പേഷ്യന്റ് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും അവരുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത അത് സേഫ് ഗാർഡ് ചെയ്യുക. അതായത് സേഫ് ഗാർഡ് ചെയ്യുന്നത് അത് സുരക്ഷിതമാക്കുന്നത് വഴി അതങ്ങനെയുള്ള രീതിയിലുള്ള സേവനങ്ങളായിരിക്കണം ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ടത്. ഡയാലിസിസ് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ലേഔട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു രൂപകൽപ്പന എന്ന് പറയുന്നത് രൂപരേഖ എങ്ങനെയായിരിക്കണം? പേഷ്യൻസിന്റെ പ്രൈവസി, ആ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സ്വകാര്യത അതിനെ മാനിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണവും അല്ലെങ്കിൽ എല്ലാ സുരക്ഷിതത്വവും പാലിച്ചുകൊണ്ടുള്ള സേവനങ്ങളായിരിക്കണം അല്ലെ. അങ്ങനെയുള്ള ഒരു ഡിസൈനിലായിരിക്കണം ആ ഒരു ഡയാലിസിസ് ഏരിയ ഉണ്ടാക്കി അല്ലെങ്കിൽ നിർമ്മിക്കേണ്ടത്. അതാണ് ആ ഒരു തേർഡ് പോയിന്റിൽ പറയുന്നത്. ഫോർത്ത് വൺ നോക്കി, ഐസൊലേഷൻ റൂം. അവിടെ ഒരു ഐസൊലേഷൻ റൂം വേണം. എന്തിനാണ് ഐസൊലേഷൻ റൂമുകൾ വേണ്ടത്? there should be distinct area for dialyzing patient with conditions that need isolation. അതായത് ഐസൊലേഷൻ ആവശ്യമായിട്ട് വരുന്ന ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, അവിടെ ഡയാലിസിസ് ചെയ്യാൻ വരുന്ന പേഷ്യൻസ് അവർക്ക് മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് പകരാനുള്ള ചാൻസ് ഉള്ള രീതിയിലുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉള്ള പേഷ്യൻസ് ആണ് ഡയാലിസിസ് ചെയ്യാൻ വരുന്നതെങ്കിൽ അവരെ എന്ത് ചെയ്യുക, അവര് ഡയാലിസിസ് അവർക്ക് ട്രീറ്റ്മെന്റ് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത് എല്ലാവരുടെയും ഒരുമിച്ച് ഇപ്പൊ എല്ലാ മറ്റുള്ള പേഷ്യൻസ് ഉള്ള ഒരു ഏരിയയിലല്ല, അവരൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലേക്ക് മാറ്റി ആ റൂമുകളിൽ അവർക്ക് എന്ത് ചെയ്യുക, ആ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക. ടു ഗ്യാരണ്ടി സേഫ്റ്റി ടു പേഷ്യൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ പേഷ്യൻസിന്റെ സേഫ്റ്റിയും അതുപോലെ തന്നെ സ്റ്റാഫ് ഇൻ ദ ഡയാലിസിസ് റൂം, ആ ഒരു ഡയാലിസിസ് റൂമിലുള്ള സ്റ്റാഫുകൾ അവിടുത്തെ ജീവനക്കാരുടെയും മറ്റു പേഷ്യൻസിന്റെ ഒക്കെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നത്, ഐസൊലേഷൻ റൂമുകളിലേക്ക് മാറ്റുന്നത്. ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. ഈ ഏരിയയിൽ ഐസൊലേഷൻ റൂമുകൾ ആ ഒരു ഏരിയയിൽ ഫ്രീ ആയിട്ടുള്ള വാട്ടർ സപ്ലൈയും ഡ്രെയിനേജ് ഫെസിലിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ ഐസൊലേഷൻ റൂമിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഡയാലിസിസിന് വരുന്ന പേഷ്യൻസിന്, അതായത് ഐസൊലേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണ്. അവർ ഡയാലിസിസ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ. അങ്ങനെ കൊടുക്കണമെങ്കിൽ മറ്റു പേഷ്യൻസിന്റെ കൂടെയുള്ള ആ ഒരു റൂമിൽ ഇടാതെ അവർ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവിടെയുള്ള മറ്റു പേഷ്യൻസിന്റെയും അവിടെയുള്ള മറ്റു സ്റ്റാഫുകളുടെ ഒക്കെ സേഫ്റ്റി, അവരുടെ ആ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫിഫ്ത് പോയിന്റ് നോക്കിയേ, ദ ഡയാലിസിസ് സെന്റർ ഷാൽ എക്സിബിറ്റ് appropriate signage which shall be in at least 2 languages. ആ ഒരു ഡയാലിസിസ് സെന്ററിൽ ഈ പേഷ്യൻസിന് അവർക്ക് ഈ ഒരു രോഗങ്ങളെ പറ്റിയും അല്ലെങ്കിൽ എന്തൊക്കെയാണ് മെഷേഴ്സ് നമ്മൾ ആ ഒരു പ്രിക്കോഷൻസ് എടുക്കണമല്ലോ, മുൻകരുതലുകൾ എടുക്കുന്നത് എന്തൊക്കെയാണ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അടയാളങ്ങളായിട്ട് അവരുടെ ആ ഒരു ഭിത്തികളിലൊക്കെ എന്ത് ചെയ്യണം, സൈനേജുകൾ, അടയാളങ്ങൾ അല്ലെങ്കിൽ ചില ചിഹ്നങ്ങളായിട്ടോ രൂപകൽപ്പനകളായിട്ടോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സൈനേജുകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്ത് ചെയ്യണം,
അവിടെ സ്ഥാപിച്ചിരിക്കണം അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചിരിക്കണം. അതാണ് എക്സിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പ്രദർശിപ്പിക്കുക. ഷാൽ ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജസ്, ഒന്നിലേറെ 2 ലാംഗ്വേജിലെങ്കിലും അറ്റ്ലീസ്റ്റ് അത് എന്ത് ചെയ്യണം, അത് പ്രദർശിപ്പിച്ചിരിക്കണം. അതായത് ഒന്ന് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ഏതാണോ അത്, മറ്റൊന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ, അത് അങ്ങനെ അവരുടേതായ തദ്ദേശ ആ ഒരു ഏരിയ വെച്ചിട്ട് അതിനനുസരിച്ച് മാറാം. അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലെങ്കിലും ഇത് പ്രദർശിപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ 5 പോയിന്റ്സ് ആണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റിൽ പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ആ ഡയാലിസിസ് ഏരിയയിൽ എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ, ആ ഒരു റൂമിന്റെ, ആ ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു റൂമിന്റെ സെന്ററിൽ, അവിടെ അനുവദിച്ചിട്ടുള്ള ആ ഒരു സെൻട്രൽ ഏരിയയിൽ എല്ലാ മെഷീൻസും സ്ഥാപിക്കുന്നത് വഴി അവിടെയുള്ള സ്റ്റാഫുകളുടെ ഈസി മൂവ്മെന്റിനും അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ പുനരുജ്ജീവന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ആവശ്യകതകൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉടനടി അത് നടപ്പാക്കാനും ലഭ്യമാക്കാനും കൂടിയാണ് അങ്ങനെ സെന്ററിൽ ഇങ്ങനെയുള്ള എല്ലാ മെഷീൻസും സ്ഥാപിക്കുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞ എന്താ, ആ ഒരു ഡയാലിസിസ് റൂമുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവര് വരുന്ന ഓരോ പേഷ്യൻസിന്റെയും പ്രൈവസി അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്ന രീതിയിൽ, അതിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു ഡയാലിസിസ് റൂമിന്റെ ഡിസൈൻ വരേണ്ടത്. നാലാമത് വരുന്ന എന്താണ്, ഐസൊലേഷൻ റൂമുകൾ വേണം. ഐസൊലേഷൻ റൂമുകൾ എന്തിനു വേണ്ടിയിട്ടാ, ഡയാലിസിസ് പേഷ്യൻസ് വരുന്ന പേഷ്യൻസിന് അവരുടെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഐസൊലേഷൻ റൂമുകളിലേക്ക്, ഒറ്റപ്പെട്ടതായിട്ടുള്ള റൂമുകളിലേക്ക് മാറ്റി അവർക്ക് അവിടെ വെച്ചാണ് ബാക്കിയുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവിടെയുള്ള മറ്റ് പേഷ്യൻസിനും അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ഒക്കെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഐസൊലേറ്റഡ് റൂമുകളിലേക്ക് മാറ്റുന്നത്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ ആ ഒരു ഡയാലിസിസ് സെന്ററിൽ, ആ ഒരു സെന്ററുമായി ബന്ധപ്പെട്ട് അവിടെ എന്ത് ചെയ്യുക, സൈനേജുകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ പ്രദർശിപ്പിക്കുക. അത് ചിലപ്പോൾ ചിത്രരൂപേണയോ അല്ലെങ്കിൽ രൂപകൽപ്പനകളായിട്ടോ ഒക്കെ ആവാം. അത് അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിൽ എന്തെങ്കിലും എന്ത് ചെയ്യണം, പ്രദർശിപ്പിച്ചിരിക്കണം. അതാണ് 5 പോയിന്റ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റിൽ വരുന്നത്. ഇത് ക്ലിയർ ആയോ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് മനസ്സിലാക്കുമ്പോൾ. നമ്മളാണെങ്കിലും ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈയിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സർജറിക്കോ കാര്യങ്ങളോ ആയിട്ട് നമ്മുടെ റിലേറ്റീവോ ആരെങ്കിലും ഒരാൾ ചെന്നെന്ന് വിചാരിക്കുക. അപ്പൊ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലുകാര് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്നും ഇന്ന കാര്യങ്ങൾ നമുക്ക് അറിയണം, ഇന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് റൈറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ അവകാശങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് ആ അവകാശങ്ങൾ, പേഷ്യന്റിന് കിട്ടേണ്ടതായിട്ടുള്ള ആ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതെന്തൊക്കെയാണ് ഹോസ്പിറ്റലുകാര്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഉറപ്പുവരുത്തേണ്ടത്, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അവർ എന്തൊക്കെയാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നത് കേട്ടോ, മസ്റ്റ് വെരിഫൈയിൽ പറയുന്നത്. നോക്കിയത് ഒരു പേഷ്യന്റോ ആവാം അല്ലെങ്കിൽ ഹിസ് ഓർ ഹെർ റെപ്രസെന്റേറ്റീവ്, അവരുടെ റെപ്രസെന്റേറ്റീവ് ആവാം അല്ലെ. പേഷ്യൻസ് ചിലപ്പോ സർജറിക്കൊക്കെ കയറ്റിയ പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കൂടെ അവരുടെ ആരാണോ അവരുടെ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധിയായിട്ട് വരുന്നത് അവരാവാം. അല്ലെങ്കിലോ ഓർ റിലേറ്റീവ്, അവരുടെ റിലേറ്റീവ് ആവാം. അപ്പൊ അവരാരും ആവാം, പേഷ്യൻസ് ആവാം, അവരുടെ പ്രതിനിധിയായി വരുന്ന റെപ്രസെന്റേറ്റീവ് ആവാം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കളാവാം അല്ലെ. ആ സമയത്ത് ആരാണോ അവരുടെ കൂടെ ഉള്ളത് അവരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹാസ് ദാറ്റ് ഫോളോയിങ് റൈറ്റ്സ്, അവർക്ക് കുറച്ച് റൈറ്റുകളുണ്ട് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് എന്താണ് റൈറ്റ്സ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് വിത്ത് റിഗാർഡ് ടു ദ ഡയാലിസിസ് സെന്റർ എന്നാണ് കേട്ടോ. അവിടെ ഡയാലിസിസ് സെന്റർ, ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറച്ച് അവകാശങ്ങൾ അവർക്ക് ഉണ്ട്. അതായത് അവർക്ക് അത് അവരുടെ റൈറ്റ് ആണ്, അവരുടെ അവകാശമാണ്, അത് അവർക്ക് കിട്ടണം. അപ്പൊ അതെന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലുകാർ അവർക്ക് നൽകേണ്ടതായിട്ടുള്ള റൈറ്റുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ കിട്ടും കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രൊവൈഡ് ആംബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, കോസ് ഓഫ് ഇൽനെസ്, proposed investigations and care, expected results of treatment,
ലൈക്ലി കോംപ്ലിക്കേഷൻസ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു പേഷ്യന്റുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവരൊരു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ രോഗിയുടെ ആ രോഗാവസ്ഥ, അതാണ് നേച്ചർ എന്ന് പറയുന്നത്, ബോഡി ദ നേച്ചർ, ആ രോഗിയുടെ രോഗാവസ്ഥ എന്താണ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു കോസ് ഓഫ് ഇൽനെസ്, ആ രോഗാവസ്ഥയ്ക്ക് കാരണം എന്താണ്, അതുപോലെ പ്രൊപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവരുടെ ആ ഒരു പരിശോധന അല്ലെ, ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അവരുടെ പല ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അപ്പൊ എന്തൊക്കെയാണ് അവരുടെ ആ ഒരു പരിചരണവും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ടെസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ പരിശോധനകൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്, അതുപോലെ അവർ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി അവർക്ക് എന്ത് റിസൾട്ട് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, എന്ത് റിസൾട്ട് ആണ് അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി ലഭിക്കാൻ പോകുന്നത്, അതുപോലെ ലൈക്ലി കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഇത് ചെയ്യുന്നത് വഴി അവർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ, അതായത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ പേഷ്യൻസിന്, ഒന്നില്ലെങ്കിൽ ആ പേഷ്യന്റിനോടാവാം, അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവിനോടാവാം, അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്ന റിലേറ്റീവിനോടാവാം, അവരുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അവർക്ക് അതിന് മതിയായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുത്തിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം. ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് ഉടനെ അവർ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവർക്ക് ഇന്ന പ്രോബ്ലംസ് കാരണമാണ്, ഇന്ന ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് ചെയ്യേണ്ടത്, അത് എന്തുകൊണ്ടാണ്, അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു രോഗത്തിന്റെ ഇന്ന രോഗമാണ്, ആ രോഗത്തിന്റെ സ്വഭാവം എന്താണ്, ആ രോഗം വരാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്, അതുപോലെ എന്തൊക്കെ നിലവിൽ ഇപ്പൊ എന്തൊക്കെ പരിശോധനകൾ അവർക്ക് നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ പരിചരണങ്ങൾ അല്ലെങ്കിൽ കെയർ ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, ഇനി ഈ ഒരു ട്രീറ്റ്മെന്റ് ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് ആ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് എന്താണ്, അവരുടെ ആ ഒരു ഫലം അല്ലെ, അതൊരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു റിസൾട്ട് കിട്ടണമല്ലോ, അത് എന്താണ് ആ ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇത് ചെയ്യുന്നത് വരെ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള മതിയായ ഇൻഫർമേഷൻസ് ഇവർ ഈ പേഷ്യൻസിനും മറ്റവരുടെ കൂടെയുള്ള ആളുകൾക്കും എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് patient has the right to know the bill, so the expected cost of treatment should be discussed before treatment. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസിന് അവരുടെ ആ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബില്ല്, ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർക്ക് ഏകദേശം ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയം എത്ര രൂപ അല്ലെങ്കിൽ എത്ര രൂപ അവർക്ക് ചെലവാകും ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട്, ആ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് എത്രയാണ്, ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി അവർക്ക് എത്ര രൂപ ഏകദേശം ചിലവാകും, അതിന്റെ ബില്ല് തുക എത്രയാവും എന്നുള്ളത് അവരുടെ ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരോട് എന്ത് ചെയ്തിരിക്കണം, ഡിസ്കസ് ചെയ്തിരിക്കണം. അതാണ് പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് എന്നാണ് കേട്ടോ, റൈറ്റ് ടു നോ ദ ബിൽ, സോ ദ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, ആ ഒരു ബില്ല് എത്ര അല്ലെങ്കിൽ ബിൽ തുക, ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി ഏകദേശം എത്ര തുക അവർക്ക് ചിലവാകും, അതിന്റെ ആ ഒരു ബിൽ തുക ഏകദേശം എത്ര രൂപ വരും എന്നുള്ള കാര്യം അവർ ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരോട് എന്ത് ചെയ്യണം, ആ പേഷ്യൻസിനോട് ഡിസ്കസ് ചെയ്തിരിക്കണം. ഓക്കെ, തേർഡ് പോയിന്റ് പറയുന്നത് to inform the concern prior to specific test or treatment, example സർജറി. മൂന്നാമതായി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേക തരം ടെസ്റ്റുകളോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് മുൻപായിട്ട്, അതാണ് പ്രയർ ടു എന്ന് പറയുന്നത്, മുൻപായിട്ട് അവരിൽ നിന്ന് കൺസേൺ അല്ലെങ്കിൽ അനുമതി ഉറപ്പാക്കുക, അവരെ ആ ഒരു അനുവാദം അവരോട് ഇൻഫോം ചെയ്ത് അവരുടെ ആ ഒരു അനുവാദം മാനിക്കണം. ഇപ്പൊ നമുക്കറിയാം സർജറി ഒക്കെ ചെയ്യുന്ന, അവരുടെ എക്സാമ്പിൾ ആയിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, സർജറി ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ സർജറി അവർ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് വന്ന് സംസാരിച്ച് അവരെന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലുകാര് ഒരു കൺസേൺ ലെറ്റർ, ഒരു അനുവാദം, അവർക്ക് ഇന്ന് ചെയ്യാനായിട്ട് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങിക്കാറില്ലേ, കൺസേൺ ലെറ്ററുകൾ. അതുപോലെ തന്നെ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പുതിയതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ കൂടെയുള്ള ആളുകൾ ആരാണോ അവരിൽ നിന്നും എന്ത് ചെയ്യണം, കൺസേൺ അല്ലെങ്കിൽ അനുമതി മുൻപേ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ വാങ്ങിച്ചിരിക്കണം. ഓക്കെ, then fourth point, to seek opinion, second opinion from a proper
clinician of patient's choice with records and information being provided by treating hospital. ഇനിയിപ്പോ ചിലർക്ക് ഒരു ഡോക്ടർ കണ്ടു നമ്മൾ ഒരു ഡോക്ടർ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്താണല്ലോ നമ്മൾ ഈ ഒരു റിസൾട്ടിലോട്ട് എത്തുന്നത്. ഇവർക്ക് ഇന്ന പ്രോബ്ലം ആണ്, കിഡ്നി ഫെയിലിയർ ആണ്, അവർക്ക് ആ ഒരു ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അവർ ഇപ്പൊ നിലവിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യും അല്ലെ. അതുവഴി അവരുടെ ഡോക്ടേഴ്സ് പറയാണ്, അവർ കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് ഇന്ന രോഗമാണ്, കിഡ്നി ഫെയിലിയർ ആണ്, അപ്പൊ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ഡയാലിസിസ് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് അതൊരു എന്താണ് ഒരാളിൽ ഒരു ഒപ്പീനിയൻ മാത്രം അവർക്ക് എടുത്താൽ മതിയാവില്ല. ചിലർക്ക് അതെന്തായിരിക്കും മറ്റൊരു ഡോക്ടറെയും കൂടി കണ്ട് ഈ റിസൾട്ടുകളൊക്കെ കാണിച്ച് അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഒന്നും കൂടി ഈ ട്രീറ്റ്മെന്റ് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് അവർക്ക് അവരുടെ സെക്കൻഡ് ഒപ്പീനിയൻ മറ്റൊരു ഡോക്ടറെ കാണിച്ച് അവർക്ക് സ്വീകരിക്കാം. അപ്പൊ അത് അവർ സ്വീകരിച്ചതിന് ശേഷം അവർക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ മതി. അപ്പൊ അതിന് ഈ ഒരു ഹോസ്പിറ്റലിൽ അപ്പൊ നിലവിൽ അവർ ഏത് ഹോസ്പിറ്റലിലാണോ ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഹോസ്പിറ്റലുകാര് അവരുടെ നിലവിൽ ഇപ്പൊ അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകളിലൂടെയാണ് അവരിപ്പോ ഇത് കണ്ടെത്തിയിരിക്കുന്നത്, ആ നിലവിൽ അവർ ചെയ്തിരിക്കുന്ന ആ ഹോസ്പിറ്റലിൽ ഉള്ള എല്ലാ റെക്കോർഡ്സും ഇവരുടെ രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം, അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മറ്റൊരു ഡോക്ടറെ കണ്ട് ഈ രോഗം തന്നെയാണെന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പോകുമ്പോൾ അത് പേഷ്യൻസിന്റെ അവകാശമാണ്. അപ്പൊ പേഷ്യൻസിന് അങ്ങനെ രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡോക്ടറെ കണ്ട് അവർക്ക് അത് ഉറപ്പിക്കാം. അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ റെക്കോർഡുകളും ഇൻഫർമേഷൻസും ഇപ്പോൾ നിലവിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് നൽകണം. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഓക്കെ, ഫിഫ്ത് പോയിന്റ് നോക്കി, ടു കീപ് പ്രൈവസി, ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ്. അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആ ഒരു മാന്യത അല്ലെങ്കിൽ അവരുടെ ആ ഒരു അന്തസ് അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ മാന്യത, അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വകാര്യതയൊക്കെ കീപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്ത് വരേണ്ടത്. അത് എപ്പോഴും മുൻനിർത്തിക്കൊണ്ട് അവരുടെ ആ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ ആ ഒരു അന്തസ്സിനെയും സ്വകാര്യതയും ഒക്കെ മാനിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം അവർക്ക് നൽകേണ്ടത്. സിക്സ്ത് പോയിന്റ് എന്താ നോക്കി, ടു നോൺ ഡിസ്ക്രിമിനേഷൻ. എന്താണ് നോൺ ഡിസ്ക്രിമിനേഷൻ? വേർതിരിവ് ഉണ്ടാവാതിരിക്കുക അല്ലെ. About treatment and behavior on the basis of diseases like HIV. ഇപ്പൊ നമുക്കറിയാം HIV പോലുള്ള ഡിസീസ് ഉള്ള ആളുകളാണ് ഒരു കൂട്ടത്തിലേക്ക്, ഒരു നോർമൽ ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടത്തിലേക്ക് അങ്ങനെയുള്ള പേഷ്യൻസ് ആളുകൾ വരികയാണെങ്കിൽ അവിടെ ഒരു വേർതിരിവ് ഉണ്ടാവും അല്ലെ, അവരെ എന്ത് ചെയ്യും, മാറ്റി നിർത്തും. അപ്പൊ അങ്ങനെ ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ആ ഒരു ഏരിയയിൽ HIV പോലെയുള്ള ഡിസീസസ് ഉള്ള ആളുകൾ വരികയാണെങ്കിൽ കൂടി അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ അവരോട് മാറുന്ന ഒരു ബിഹേവിയർ, ഒരു പെരുമാറ്റത്തിലോ യാതൊരു വിധത്തിലുള്ള വേർതിരിവും ഉണ്ടാവാൻ പാടില്ല. അതാണ് ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. HIV പോലെയുള്ള രോഗങ്ങളുമായിട്ട് ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ വരുന്ന പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ചികിത്സയിലോ അവരോട് ഉള്ള പെരുമാറ്റത്തിലോ ഒരു യാതൊരു രീതിയിലുമുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. അതാണ് സിക്സ്ത് പോയിന്റിൽ പറയുന്നത്. സെവൻത് പോയിന്റ് പറയുന്നത് എന്താ, ടു ട്രൈ ഫൈൻഡ് റിഡ്രസൽ ഇൻ കേസ് ഓഫ് ഗ്രീവിയൻസ്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പരാതി. റിഡ്രസൽ എന്താ, പരിഹാരം. അപ്പൊ പരാതി പരിഹാരം ബേസ്ഡ് ഓൺ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ എസ്റ്റാബ്ലിഷ്മെന്റ്. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്ഥാപനം നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന പരാതികൾക്ക് എന്ത് ചെയ്യുക, ഉടനടി പരിഹാരങ്ങൾ കണ്ടെത്തുക. അതാണ് സെവൻത് പോയിന്റ് പറയുന്നത്. ഈ 7 പോയിന്റ്സും ക്ലിയർ ആയോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ? ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആയോ പോയിന്റ്സ് എല്ലാം? ഫോർത്ത് വൺ ആണോ? ഫോർത്ത് വൺ പറയുന്നത് എന്താണ്? ഇപ്പൊ ഒന്നുകൂടി ജസ്റ്റ് പറയാം കേട്ടോ, എല്ലാം ഒന്ന് ജസ്റ്റ് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ പറഞ്ഞ എന്താ, ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, അവർ ആ ഒരു രോഗാവസ്ഥ, അവർ ആ രോഗം വരാനുണ്ടായിട്ടുള്ള കാരണം, ഇപ്പൊ നിലവിൽ അവർ എന്തൊക്കെ പരിശോധനകളെ എന്തൊക്കെ പരിചരണങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്, അതുപോലെ അവർ ആ ഒരു ട്രീറ്റ്മെന്റ്
നടത്തുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട്, എന്ത് റിസൾട്ടാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, അതുപോലെ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും മതിയായ അളവിൽ അവർക്ക് മതിയായ ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. രണ്ടാമതായി പറയുന്നത് എന്താ, അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി എത്ര രൂപ അവർക്ക് ചിലവാകും, അത് ആ ഒരു ട്രീറ്റ്മെന്റിന് എത്ര രൂപ ചിലവാകും, അല്ലെങ്കിൽ എത്ര രൂപ അവരുടെ ബില്ലായിട്ട് എത്ര രൂപ അവർക്ക് ലാസ്റ്റ് വരും എന്നുള്ള കാര്യം ആ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ പേഷ്യൻസിനോട് പറഞ്ഞിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളോ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ടൊരു ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ അതിന് ഓൾറെഡി നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോടോ അനുവാദം വാങ്ങിച്ചിരിക്കണം. ഹോസ്പിറ്റലുകാർ അതിനുള്ള അനുവാദം വാങ്ങിച്ചിരിക്കണം. ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് സർജറി ചെയ്യുന്നതിന് മുൻപ് അവർ നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സർജറി ചെയ്തോട്ടെ, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണ സമ്മതമാണ് എന്നുള്ള രീതിയിലുള്ള അനുവാദം അല്ലെങ്കിൽ കൺസേൺ ലെറ്ററുകൾ അവർ എന്ത് ചെയ്യും, വാങ്ങിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക തരം ടെസ്റ്റുകളോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരുടെ ആ ഒരു ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അനുവാദം വാങ്ങിയിരിക്കുക. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഫോർത്ത് പോയിന്റ് പറയുന്നത് എന്താ, ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കണ്ടു ഡയാലിസിസ് ചെയ്യണം എന്ന് ആ ഡോക്ടർ പറയാണ്. കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളുടെ കിഡ്നി ഫെയിലിയർ ആയി ഡയാലിസിസ് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ കൂടി ചിലർക്ക് അതൊരു വിശ്വാസമായിരിക്കില്ല അല്ലെ. ചിലർക്ക് മറ്റൊരു ഡോക്ടറെയും കൂടി കൊണ്ട് ഈ ഒരു റിസൾട്ട് ഒക്കെ കാണിച്ച് ഇത് തന്നെയാണ് ഈ ഡയാലിസിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് ഉറപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമതൊരു ഒപ്പീനിയൻ, രണ്ടാമതൊരു അഭിപ്രായം അറിയണം. മറ്റൊരു ഡോക്ടറിൽ നിന്നും അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഡോക്ടറെ കാണാനായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എവിടെയാണ് ആ ഹോസ്പിറ്റലിൽ തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റൽ അവർക്ക് താല്പര്യമുള്ള ആരോ ആവാം, ആ ഒരു ഡോക്ടറെ പോയി കാണാവുന്നതാണ്. അവർക്ക് അങ്ങനെ കാണാൻ പോകുന്ന സമയത്ത് ഈ നിലവിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ അവർക്ക് കുറെ നമ്മുടെ ലാബ് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആ ഒരു റെക്കോർഡുകളും ഇൻഫർമേഷൻസും ഒക്കെ നിലവിൽ എവിടെയാണോ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവർ കൊടുക്കണം. അവർക്ക് ആ ഒരു ഡോക്ടറെ അടുത്തേക്ക് കൺസേൺ സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള റെക്കോർഡ്സും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിരിക്കണം. അത് അവരുടെ റൈറ്റ് ആണ്, അവരുടെ അവകാശമാണ് പേഷ്യന്റിന്. അപ്പൊ അവർക്ക് അത് നൽകണം. അത് ആ ഒരു ഹോസ്പിറ്റലുകാര് ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, ആ പേഷ്യന്റിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ അവരുടെ ഒരു അന്തസ്സും അവരുടെ ആ ഒരു സ്വകാര്യതയൊക്കെ മാനിക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടത്. ലാസ്റ്റ് പറഞ്ഞു നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ് പറഞ്ഞ എന്താ, HIV പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച ആളുകളാണ് ട്രീറ്റ്മെന്റിന് വരുന്നതെങ്കിൽ പോലും അവിടെ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലോ അവരോടുള്ള പെരുമാറ്റത്തിലോ ഒന്നും യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനിൽ വേർതിരിവ് ഉണ്ടാവാനായിട്ട് പാടില്ല. സെവൻത് പോയിന്റ് പറഞ്ഞത് ഇവരുടെ ആ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന സേവനങ്ങളിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിനുടനടി എന്ത് ചെയ്യുക, പരിഹാരങ്ങൾ കണ്ടെത്തുക. ഇത്രയും കാര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകേണ്ടതായിട്ട് അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. കിട്ടിയോ? ഫോർത്ത് പോയിന്റ് ചോദിച്ചാൽ കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി. പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാട്ടോ വരുന്നത്. ഫസ്റ്റ് വൺ നോക്കി, പ്രൊവൈഡ് ഇൻഫർമേഷൻസ്. അപ്പൊ പേഷ്യൻസ് എന്താ ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഡയാലിസിസുമായി ചെല്ലുമ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെ, അവരുടെ ആ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ അവർക്ക് കൊടുക്കുക. ഹോസ്പിറ്റലുകാർക്ക് അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഒന്നാമതായിട്ട് വരുന്ന കാര്യം. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. അപ്പൊ അവിടെ ഡോക്ടേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹകരിക്കുക. അപ്പൊ പേഷ്യൻസ് എന്ത് ചെയ്യണം, ആ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ആ ഒരു കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്, അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഇത്ര കോഴ്സ് അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കണം ആ ഒരു ട്രീറ്റ്മെന്റ് നടത്തേണ്ടതെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ആര് സഹകരിക്കണം, പേഷ്യൻസ് സഹകരിക്കണം. ഡോക്ടർ ഇങ്ങനെ ഒരു കോഴ്സ് നിർദ്ദേശിച്ചു, ഇത്ര നാളെ ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചാൽ മാത്രം പോരല്ലോ, ആ പേഷ്യന്റ് അത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അനുസരിച്ച്
അതനുസരിച്ച് അതിന് സഹകരിച്ച് മുന്നോട്ട് പോയാലേ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്നും അതിനോട് എന്ത് ചെയ്യണം, ഒരു നല്ല രീതിയിലുള്ള ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് എന്താ, എബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ഈ ഒരു ഡയാലിസിസ് റൂമില് അവിടെ ആ ഒരു ഡയാലിസിസ് ടീം പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളും ശരിയായ രീതിയിൽ പേഷ്യൻസ് എന്ത് ചെയ്യും, എബൈഡ് ചെയ്യാൻ എന്താ, പാലിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക. അപ്പൊ ആ പേഷ്യൻസ് അവിടെ നൽകുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കുക അല്ലെങ്കിൽ പാലിക്കുക. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. ഹോസ്പിറ്റലുകാർ ഈ ഒരു ട്രീറ്റ്മെന്റിന് ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ഫീസ് ഈടാക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ ഫീസുമായി ബന്ധപ്പെട്ട് അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സമയത്ത് തന്നെ കൃത്യമായ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, പേ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, റെസ്പെക്ട് നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളും ഹോസ്പിറ്റലിലെ മറ്റ് ജീവനക്കാര് അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഉണ്ടല്ലോ, അവരുടെ ആ ഒരു നൊബിലിറ്റി, അവരുടെ ആ ഒരു എന്താണ് മാന്യത അല്ലെങ്കിൽ മഹത്വം, അവരുടെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു മാന്യത എന്ന് പറയുന്ന ആ ഒരു മഹത്വം എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. അപ്പൊ അവരോട് എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, അവരോട് ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറുക. ആരാ പെരുമാറേണ്ടത്, പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റി വരുന്ന കാര്യങ്ങൾ എന്താ, ഒന്നാമതായിട്ട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പേഷ്യൻസിന് പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യുക. പേഷ്യന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് വരുന്നത് എന്താ, അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ എത്ര നാൾ ആ കോഴ്സ് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്നു, അതനുസരിച്ച് ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് പേഷ്യൻസ് എന്ത് ചെയ്യുക, ഡോക്ടറോട് സഹകരിക്കുക. ഓക്കെ. തേർഡ് പോയിന്റ് പറയുന്നത് എബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. അവിടെ ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫുകളും ഒക്കെ ഈ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക, പേഷ്യന്റ് പാലിച്ചിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അവിടെ ഹോസ്പിറ്റലുകാർ ഒരു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫീസ് ഉണ്ടാവും അല്ലെ, ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇത്ര രൂപ അവര് ഫിക്സഡ് നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ നിശ്ചയിച്ച ഫീസ് എന്ത് ചെയ്യുക, കറക്റ്റ് സമയത്ത് കൃത്യമായ സമയത്ത് പേ ചെയ്യുക അല്ലെങ്കിൽ അടയ്ക്കുക. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്, റെസ്പെക്ട് നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഡോക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളുടെ ഒരു മഹത്വം, അവരുടെ ആ ഒരു എന്താണ് മഹാമനസ്കതയൊക്കെ മനസ്സിലാക്കി അവരുടെ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് വളരെ ബഹുമാനത്തോടുകൂടി പെരുമാറുക പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. കിട്ടിയോ പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റി? നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന ഭാഗമാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ അവരുടെ ആ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി, ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവർ ചെയ്യേണ്ടത്. ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കി, ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഈ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ കിട്ടുള്ളൂ, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ എന്നാൽ കൂടി ആ ഒരു സെന്റൻസ് വൈസ് നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ജനറൽ ആയിട്ടുള്ള ഒരു മീനിങ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കി, മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലിനിക്കൽ ടീം provides the highest level of care to the patients by taking care of their safety, comfort and well-being. ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടെ അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസ് ഓരോ വരുന്ന അവിടെ ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ ആ ഒരു സുരക്ഷിതത്വം, അതുപോലെ അവരുടെ ആ ഒരു കംഫർട്ട് ആണോ, അവർ സുരക്ഷിതമാരാണോ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു വെൽബീങ്, അവരുടെ ഒരു ക്ഷേമം, ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് സേഫ്റ്റി, കംഫർട്ട് ആൻഡ് വെൽബീങ്, അവരുടെ ഒരു സുരക്ഷിതത്വവും കംഫർട്ടും വെൽബീങ് എന്ന് പറഞ്ഞാൽ ക്ഷേമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ, വളരെ ഉയർന്ന രീതിയിലുള്ള ഒരു പരിചരണമാണോ ആ ക്ലിനിക്കൽ ടീം ഓരോ പേഷ്യൻസിനും ഈ ഡയാലിസിസ് റൂമുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആര് ഉറപ്പുവരുത്തണം? ഡയാലിസിസ് കോർഡിനേറ്റർ ഉറപ്പുവരുത്തിയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഡയാലിസിസ് കോർഡിനേറ്റർ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. അതായത് അവിടെ വരുന്ന ഓരോ പേഷ്യൻസും, ഡയാലിസിസ് ചെയ്യാൻ വരുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ സേഫ്റ്റി, അവരുടെ കംഫർട്ട്, പേഷ്യൻസിന്റെ സേഫ്റ്റിയും കംഫർട്ടും അവരുടെ ആ ഒരു വെൽബീങ് അല്ലെങ്കിൽ ക്ഷേമവും ഒക്കെ
കൺസിഡർ ചെയ്തുകൊണ്ട് അതൊക്കെ നൽകുന്ന രീതിയിൽ ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ, നല്ല ഉയർന്ന രീതിയിലുള്ള ആരോഗ്യ പരിചരണമാണോ ആ ഡയാലിസിസ് ടീം, അതാണ് ആ ക്ലിനിക്കൽ ടീം എന്ന് പറയുന്നത്, അവര് പേഷ്യൻസിന് ഇങ്ങനെ ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ആണോ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആര് ഉറപ്പുവരുത്തണം? ഡയാലിസിസ് കോർഡിനേറ്റർ ഉറപ്പുവരുത്തണം. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? ഓരോ പോയിന്റ്സ് ക്ലിയർ ആക്കി പോകാൻ വേണ്ടിയിട്ടോ ചോദിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് എക്സാമിൻസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് ദാറ്റ് fall outside of the domain of the nurse clinician concerning patient care and management and associated with other departments and care providers. രണ്ടാമതായിട്ട് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമതായി പറയുന്നത് ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലെ ഈ ഒരു ഡയാലിസിസ് സർവീസ് അല്ലെങ്കിൽ ഡയാലിസിസ് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടെ നേഴ്സസ് ഉണ്ട് അല്ലെ, അവിടുത്തെ കുറെ ആളുകളുണ്ട്, സ്റ്റാഫുകൾ, നേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലിനിഷ്യൻസ്, ഡോക്ടേഴ്സ് ഉണ്ട്, ദെൻ പേഷ്യൻസിന്റെ പരിചരണവും ബന്ധപ്പെട്ട ആളുകളുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഉണ്ട് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മാനേജ്മെന്റിലെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ചു പോകുന്ന, അതാണ് അസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സഹകരിച്ചു പോകുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും കെയർ പ്രൊവൈഡേഴ്സും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളറിയാം ഈ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആളുകളുടെ സേവനം ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അവിടെ ഉള്ളിലുള്ളത് ആരൊക്കെ? നേഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ആ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾ, അസിസ്റ്റൻസുകളുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് വൈസുള്ള സ്റ്റാഫുകളുണ്ട്. ഇതുമായി ഈ ഒരു ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് അതുമായി സഹകരിച്ചു വരുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളും കെയർ പ്രൊവൈഡേഴ്സും ഉണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ പരിശോധിക്കുകയും അതിനെ സോൾവ് ചെയ്യുകയും ചെയ്യുക, അതാണ് അടുത്തതായിട്ട് ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. അപ്പൊ ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ഒരു ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനെ പരിശോധിക്കേണ്ടതും അതിനെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യേണ്ടതും ആരാണ്? പരിഹരിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഡ്യൂട്ടിയാണ്. കിട്ടിയോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. തേർഡ് പോയിന്റ് നോക്കിയേ. ഗ്യാദർ എന്ന് പറയുന്ന കളക്ട് ചെയ്യുക. ഗ്യാദർ മീനിങ്സ് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക, അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ വിലയിരുത്തുക അല്ലെ. അസസ് ചെയ്യുക, ഗ്യാദർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക. അസസ് ചെയ്യുക എന്ന് പറഞ്ഞാല് വിലയിരുത്തുക. സ്ക്രീൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചെക്ക് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക. അപ്പൊ എന്തിനോടൊക്കെയാണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. To a wide range of requests for information from patients and other staff who represent different levels of the organization. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ, ഒരു സംഘടനയാണ്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ലെവൽസ് നമ്മൾ ഓർഗാനോഗ്രാം ഒക്കെ പഠിച്ചില്ലേ. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു ഒരു ഇപ്പൊ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പല ഡിഫറെന്റ് ലെവലിലുള്ള ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ ഓർഗാനോഗ്രാം പഠിച്ചില്ല. അപ്പൊ അതൊക്കെ എന്താണ്? ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു സംഘടനയുടെ ഡിഫറെന്റ് ലെവൽ എന്ന് പറയുന്നത് അവിടുത്തെ റെപ്രസെന്റേറ്റീവ്സ് ആണ് അല്ലെ, അവിടുത്തെ വരുന്ന സ്റ്റാഫുകളാണ് അവരെല്ലാവരും. അപ്പൊ അങ്ങനെ സ്റ്റാഫുകൾ, അവിടെ ഉള്ള എല്ലാ മേഖലയിലുമുള്ള എല്ലാ ലെവലിലും നിൽക്കുന്ന ആളുകളും സ്റ്റാഫുകളാണ് അവിടുത്തെ. അപ്പൊ ആ സ്റ്റാഫുകളിൽ നിന്നും അതുപോലെ തന്നെ അവിടെ ഡയാലിസിസ് ചെയ്യാൻ വന്നിരിക്കുന്ന പേഷ്യൻസിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അതാണ് ആദ്യമായിട്ട് പറയുന്നത്. ഗ്യാദർ ചെയ്യുക, ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ആരിൽ നിന്നൊക്കെയാണ്? അവിടെ ഡയാലിസിസ് സെന്ററുമായി ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്റ്റാഫുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ആ സ്റ്റാഫുകളിൽ നിന്നും അവിടെയുള്ള പേഷ്യൻസിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതിനെ അസസ് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുക, അതിനുശേഷം അത് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് വൈഡ് റേഞ്ച് ഓഫ് റിക്വസ്റ്റുകൾ, അതായത് ഇപ്പൊ അറിയാം ഇപ്പൊ പേഷ്യൻസിനും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കൊക്കെ ആ ഡയാലിസിസ് റൂമുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സർവീസുമായി ബന്ധപ്പെട്ടോ ചില കാര്യങ്ങൾ ചില പുതിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പുതിയതായിട്ട് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച്
മാറ്റേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ആ പേഷ്യന്റിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നുമുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആ പേഷ്യൻസിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് അവർ പറയുന്ന റിക്വസ്റ്റുകൾ, അവർ ഇന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യം ഇങ്ങനെയാക്കിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കുക. പ്രതികരിക്കാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയുള്ള നല്ല നല്ല മാറ്റങ്ങളും വരുത്തുക. അതാരാ ചെയ്യേണ്ടത്? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ജോലിയാണ്. തേർഡ് പോയിന്റ് കിട്ടിയോ? തേർഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് helps in the development and implementation of the discharge plans including appropriate community services. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് പ്ലാനുകൾ. പേഷ്യൻസ് അവിടെ ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ചാർജ് ആയിട്ട് പോകുന്നുണ്ട് അല്ലെ, ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുക, അതിനുവേണ്ടി സഹായിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. helps in the development and implementation. അത് ഉണ്ടാക്കുകയും അതിന്റെ നടപ്പിലാക്കുകയും ചെയ്യുക. ഡിസ്ചാർജ് പ്ലാനുകൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്? ഇൻക്ലൂഡിങ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്. ഇപ്പൊ ചില പേഷ്യൻസ് അവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ചില ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുക. ആരാ ചെയ്യേണ്ടത്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് ചെയ്യേണ്ടത്. അപ്പൊ അവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവരുടെ ആ ഒരു അവകാശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഓഫേഴ്സും റിഡക്ഷനും ഒക്കെ കഴിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ഡിസ്ചാർജ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുക. ഓക്കെ, മനസ്സിലായോ ആ ഒരു സെന്റൻസ്? ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണം. helps in the development and implementation of the discharge plans. അതായത് ഡയാലിസിസ് കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, പേഷ്യൻസ്. അപ്പൊ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി സർവീസ്, അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി, ഇപ്പൊ അറിയാം ചില പേഷ്യൻസ് അവരുടെ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് അവർ ഏത് കമ്മ്യൂണിറ്റിയിലാണുള്ളത് അതിനനുസരിച്ച് അവർക്ക് ചില റിഡക്ഷൻസും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ബില്ല് സംബന്ധമായിട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അവർക്കൊരു ഡിസ്ചാർജ് പ്ലാൻ തയ്യാറാക്കി നൽകേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും. അതിന് സഹായിക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് സെന്റൻസ് ശ്രദ്ധിക്കാം. അസിസ്റ്റ് with insurance issues required to get outpatient dialysis services through communication with the facilities verification process. ഇവിടെ ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സേവനവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഡയാലിസിസ് ചെയ്യാൻ വന്നു, അവർക്ക് ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡയാലിസിസ് സർവീസ് ആണ് വേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, ആ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ, അവരുടെ ആ ഒരു നൽകുന്ന സൗകര്യങ്ങളുടെ ആ ഒരു വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് ചിലർക്ക് ഇൻഷുറൻസുകൾ ഉണ്ടാവും അല്ലെ. അവർ ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു തുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെന്റുകൾ ആയിരിക്കും, അവർക്ക് ഇന്ന ഇൻഷുറൻസിൽ ഇന്ന ഫെസിലിറ്റീസ് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഓരോ നമ്മുടെ അത് ഓരോ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പൊ ചില പോളിസികളിൽ ഇന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ, ഇന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് ഇന്ന രീതിയിലുള്ള പൈസ മാത്രമേ ആ ഒരു ഇൻഷുറൻസിൽ ആ ഒരു തുകയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആ ഒരു വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത്, ആ ഒരു സൗകര്യങ്ങളുടെ വെരിഫിക്കേഷൻ സമയത്ത് അവർക്ക് ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സേവനവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനവരെ സഹായിക്കുക. അതാണ് അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ്. ഇൻഷുറൻസ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ നൽകുക. റിക്വയർഡ് ടു ഗെറ്റ്, അവർക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാ? ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ഇഷ്യൂസ്, അവരുടെ ആ ഒരു ഫെസിലിറ്റി, അവരുടെ ആ ഒരു ഇൻഷുറൻസ് വഴി നൽകുന്ന സേവനങ്ങളുടെ ആ ഒരു വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ഇഷ്യൂസ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ അവർക്ക് നൽകുക. ഇത് നൽകേണ്ടത് ആരാണ്?
ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അവരുടെ ആ ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ്, ഡയാലിസിസ് സർവീസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഫെസിലിറ്റി എന്തൊക്കെ സൗകര്യങ്ങൾ ആ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുമെന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഷുറൻസ് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് അവരെ സഹായിക്കുക. അത് ഡയാലിസിസ് കോർഡിനേറ്റർ അങ്ങനെ അവരെ സഹായിക്കണം. ഓക്കെ, അപ്പോ ഇനി ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഒരു 2-3 പോയിന്റും കൂടി ഉള്ളൂ. അത് പറഞ്ഞിട്ട് നമുക്കൊന്ന് നിർത്താം കേട്ടോ. Okay, next നോക്കിയേ, link be in contact with a multidisciplinary healthcare team in a purposeful, goal-directed fashion, work eagerly to maximize the effectiveness of resource utilization. അപ്പൊ മൾട്ടിഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ആളല്ല ഉണ്ടാവുക, അല്ലെ? ഒരു ടീമല്ല. അതായത് പല ഹെൽത്ത് പ്രൊഫഷണൽസ് കൂടിയാണ് ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഡോക്ടർ മാത്രമല്ല, മറിച്ച് ഓരോ ഡിസിപ്ലിനും ഓരോ മേഖലയിലുമുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഇൻക്ലൂഡ് ചെയ്ത ടെക്നീഷ്യൻസ് അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്. മറ്റ് നഴ്സസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് അവരവരുടേതായ ഒരു പ്രൊഫഷണലി ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി, അതാണ് മൾട്ടി ഡിസിപ്ലിനറി, പല ഡിസിപ്ലിൻ അല്ലെങ്കിൽ പല പ്രൊഫഷനിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്നത്, അല്ലെ? ഒറ്റ ഒരാൾ നോക്കുന്നതിലും ഭേദം എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും കൊടുക്കുമ്പോഴല്ലേ കുറച്ചും കൂടി എഫക്റ്റീവ് ആവുക. അതാണ് അവിടെ പറയുന്നത്. ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം. അതായത് പല ഡിസിപ്ലിനിൽ അല്ലെങ്കിൽ പല മേഖലയിൽ നിന്നുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് കൂടി ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ടീമുകളുമായിട്ട് ഈ ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ എന്ത് ചെയ്യണം? കോണ്ടാക്ട് ഉണ്ടായിരിക്കണം, ഒരു നല്ലൊരു ബന്ധം, റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ്സ് എ ടീം ഇൻ എ പർപ്പസ് ഗോൾ ഡയറക്റ്റഡ് ഫാക്ഷൻ, ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി. അപ്പൊ അവിടെ എന്താ ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യം എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ ആ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന് എത്രയും വേഗം അവരുടെ ഒരു ട്രീറ്റ്മെന്റ് ഫലപ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അവർ എന്ത് ചെയ്യണം? ആ ടീം വർക്ക് ഈഗർലി ടു മാക്സിമൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അവിടെയുള്ള നിലവിലുള്ള എല്ലാ റിസോഴ്സുകളും അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ആ റിസോഴ്സുകൾ, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും, അതായത് ഇപ്പൊ മറ്റ് പ്രൊഫഷണൽ ഉള്ള ആളുകളൊക്കെ ആകുമ്പോൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും, അല്ലെ? അവരതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ പേഷ്യന്റിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അവരുടെ ട്രീറ്റ്മെന്റ് വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ടീമുമായിട്ട് ഒരു കോണ്ടാക്ട് ഡയാലിസിസ് കോർഡിനേറ്ററിന് ഉണ്ടായിരിക്കണം. ആ പോയിന്റ് കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ഹെൽപ്പിംഗ് എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് to or from the dialysis facility. ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു സെന്ററിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരണം, അല്ലെ? അതുപോലെ തന്നെ അവർ തിരിച്ച് ഡയാലിസിസ് ചെയ്യുന്ന സെന്ററിൽ നിന്ന് തിരിച്ചും കൊണ്ടുപോകണം. അപ്പൊ അതിനുള്ള ഒരു സഹായം, ആ ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അപ്പൊ വരുന്ന പേഷ്യൻസിന് ചിലപ്പോൾ അവർക്ക് എന്താണ് ഡയാലിസിസ് സെന്ററിലേക്ക്, ആ ഒരു ഡയാലിസിസ് നൽകുന്ന ആ സേവനം നൽകുന്ന ആ ഒരു സെന്ററിലേക്ക് ഇങ്ങോട്ട് വരാനോ അവിടെ നിന്ന് തിരിച്ചു പോവാനോ, അതാണ് പേഷ്യന്റ് ടു ഓർ ഫ്രം എന്ന് പറയുന്നത്. ആ പേഷ്യന്റ് സെന്ററിലേക്ക് വരാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോവാനോ അവരുടെ സഹായങ്ങൾ ആവശ്യമായിട്ട്, അവർക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷന് സഹായങ്ങൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് ലഭ്യമാക്കി നൽകേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. നെക്സ്റ്റ് നോക്കി, മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ. അതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ എന്താണ് മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ അവിടുത്തെ റെക്കോർഡ്സും മറ്റു ഡോക്യുമെന്റ്സും ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട്, അതിലുള്ള എല്ലാ ഇൻഫർമേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട് വയ്ക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് prepare files, retrieves and keep records and documents from documental file system എന്നാണ് കേട്ടോ. ഫയൽ സിസ്റ്റം അതായത് ആ ഡോക്യുമെന്റ്സ്, അവിടെ ആ ഒരു ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ് ആ ഒരു ഫയൽ സിസ്റ്റത്തിൽ ഡോക്യുമെന്റ്സും ഒത്തിരി റെക്കോർഡൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ പുതിയതായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് പുതിയ ഒരു ഫയൽ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഇനി നിലവിൽ അവർ ട്രീറ്റ്മെന്റുകൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഫയലുകൾ എന്ത് ചെയ്യണം? റിട്രീവ് ചെയ്യണം അല്ലെങ്കിൽ വീണ്ടെടുക്കണം.
വീണ്ടെടുക്കണം. അതും ചെയ്യാനായിട്ട് അതിനും സഹായിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഇത്രേ പറയുന്നുള്ളൂ. അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്യുമെന്റ്സും ഫയൽ റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യുന്ന ആ ഒരു ഫയൽ സിസ്റ്റത്തിൽ നിന്നും പുതിയതായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് പുതിയൊരു ഫയൽ പ്രിപ്പയർ ചെയ്ത് നൽകുക, അല്ലെങ്കിൽ പഴയതായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ പഴയ ഫയൽ എന്ത് ചെയ്യുക, റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടെടുക്കുക. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് നോക്കി. അറ്റൻഡ്സ് ഡെയിലി റൊട്ടീൻസ്, ഡെയിലി റൗണ്ട്സ് ഒക്കെ പോകണം. ആ ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ഡെയിലി റൗണ്ട്സ് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡെയിലി മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ പേഷ്യൻസിന്റെയും ആ ഒരു ഷെഡ്യൂൾ, അവരുടെ ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും ആവശ്യകതകളുണ്ടോ, ഈ പേഷ്യൻസ് ആവശ്യകത ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി റൗണ്ട്സ് അല്ലെങ്കിൽ ഡെയിലി മീറ്റിംഗ്സ് ആര് അറ്റൻഡ് ചെയ്യണം എന്നാ പറയുന്നത്, ഡയാലിസിസ് കോർഡിനേറ്റർ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് വേണം കേട്ടോ. ആ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ അത് വായിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. പോയിന്റ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 27 ആണ്, മോർച്ചറി സർവീസ്. നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് കയ്യിൽ കരുതിയേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.